Watch India's largest kids library only on Jio Hotstar. Download the app now. അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യാം. അതുമൂലം ലോകം മുഴുവൻ നിങ്ങളെ അഭിമാനത്തോടെ തിരിഞ്ഞു നോക്കും. ഈ വേദിയിൽ വന്നിട്ടുള്ള എല്ലാവരും ആരോ ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻസ്പിറേഷൻ നേടിയിട്ടുള്ളവരാണ്. ഏകലവ്യൻ ഗുരു ദ്രോണാചാര്യരുടെ അമ്പെയ്ത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ആളാണ്. എന്നിട്ട് മുന്നോട്ട് പോയി അദ്ദേഹം സ്വയം ഒരു നല്ല അമ്പെയ്ത്തുകാരനായി. അതേപോലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും എവിടുന്നെങ്കിലും ഇൻസ്പിറേഷൻ നേടിയിരിക്കണം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനെ വരെ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ലോകം നമുക്ക് ജയിച്ചെടുക്കാം. എനിക്ക് ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. എങ്കിലേ ഈ ലോകം എന്നും എന്നും എന്നെ ഓർക്കുകയുള്ളൂ. അതെ, ഇൻസ്പിറേഷൻ ആണ് വേണ്ടതെങ്കിൽ എന്നെ കണ്ട് ഇൻസ്പയർ ആയിക്കോ. ഇതാ, ഇത് പിടിച്ചോ. ഇനി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ നീ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? അതെ പത്തലു, അതെ, നീ സത്യത്തിൽ ശരിയാണ് പറയുന്നത്. ഞാൻ നിന്നെ കണ്ട് ഇൻസ്പയർ ആവുകയാണ്. പത്തലു, നീ പുറത്തു പോയിരിക്കെ. ഞാൻ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തു തീർത്തിട്ട് നിന്നെ വിളിക്കാം. ഓക്കേ? ഓ, കട്ട് ചെയ്തു. വേഗോട്ടെ. പത്തലു, അകത്തേക്ക് വരൂ. എന്നിട്ട് നോക്കൂ, എല്ലാ ജോലികളും തീർന്നിരിക്കുന്നു. ഓക്കെ പത്തലു, ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോവാൻ പോവുകയാണ്. മറ്റാരെങ്കിലും കണ്ട് ഇൻസ്പയർ ആവാൻ. അതെ, ഞാൻ എന്തിനാണ് മോട്ടുവിനെ ഇൻസ്പയർ ചെയ്യാൻ പോയത്? മാസ്റ്റർ ടൈഗർ ചാൻ, ഞാനും കുംഫുവിൽ എക്സ്പേർട്ട് ആവാൻ പോവുകയാണ്. എന്നിട്ട് അസംഭവ്യമെല്ലാം സംഭവ്യമാക്കും. ടൈഗർ ചാങ്, ഞാൻ നിങ്ങളിൽ ഇൻസ്പയർ ആയിരിക്കുകയാണ്. സോറി ബോക്സർ ചേട്ടാ, സോറി. അത് മറ്റൊന്നുമല്ല, ഞാൻ ടൈഗർ ചാങ് മാസ്റ്ററിനെ കണ്ട് ഒന്ന് ഇൻസ്പയർ ആയതായിരുന്നു. പക്ഷെ നിങ്ങൾ കണ്ടില്ലായിരുന്നു. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല മോട്ടു. ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലും ഇൻസ്പിറേഷൻ തോന്നുന്നത് വളരെ നല്ല കാര്യമാണ് മോട്ടു. പക്ഷെ നീ പ്രാക്ടീസ് ചെയ്യുന്നത് തെറ്റായ സ്ഥലത്ത് നിന്നാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ മുകളിലേക്ക് പോയിട്ട് പ്രാക്ടീസ് ചെയ്യ്, എന്നാലേ ശരിയാവുള്ളൂ. എന്നാ പിടിച്ചോ. സോറി ബോക്സർ ചേട്ടാ. ബോക്സർ ചേട്ടാ, താങ്കൾ എന്റെ സുഹൃത്തിനെ എന്തിനാണ് എപ്പോഴും അടിക്കുന്നത്? അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോയതാണ്, എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിനെ അടിച്ചോ? സോറി പത്ലു, സോറി. എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടി മുകളിലേക്ക് പോയിട്ട് സോറി പറഞ്ഞേക്കണം മോട്ടുവിനോട്. എന്താ മനസ്സിലായില്ലേ? ഇന്ന് പിടിച്ചോ. മോട്ടു, ബോക്സർ ചേട്ടൻ നിന്നോട് സോറി പറയാൻ പറഞ്ഞു. ശരി പത്ലു. എന്ത് ശരിയെന്ന്? നിന്നോട് സോറി പറയാൻ വേണ്ടിയാണ് ആ ബോക്സർ ചേട്ടൻ എന്റെ കൈയും കാലും തല്ലി എന്നെ മേളിലേക്ക് അയച്ചത്. നീ ഇവിടെ മേഘങ്ങളുടെ ഇടയിൽ കുങ്ഫു പ്രാക്ടീസ് ചെയ്യാണോ? താഴേക്ക് പോകാം. കൊള്ളാലോ വലിയേട്ടാ, നിങ്ങൾ എന്ത് മനോഹരമായിട്ടാണ് മകുടി വായിക്കുന്നത്. ഞാൻ നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആയിരിക്കുകയാണ്. ഇനി ഞാൻ മകുടി വായിക്കാം. എന്താണ് അവസരത്തിന് ഭീം വായിക്കുന്നേ? മോട്ടു, മകുടി ഊതിയത് മതി. നിർത്തടാ, എന്റെ മൂഡ് മൊത്തം പോയല്ലോ. എന്റെ അമ്മോ, എന്നെ രക്ഷിക്കണേ. പോയി നിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് എന്റെ മകുടി കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് 200 രൂപ അങ്ങോട്ട് തരാം. കൊണ്ടുവരാം മോട്ടു. ചിങ്കം സാർ, ഹെൽപ്പ്, എന്നെ പാമ്പിൽ നിന്ന് രക്ഷിക്കൂ. എന്റെ അമ്മോ, മോട്ടു വൈഫ് ഹിയർ, ചിങ്കം ഈസ് ഹിയർ. വരട്ടെ ആ പാമ്പ്. പാമ്പ്. എന്റെ അമ്മ മോട്ടു, നീ എന്തിനാ വെറുതെ അങ്ങനെ ബഹളം വെക്കുന്നത്? വരട്ടെ ആ പാമ്പ്. നീ പേടിക്കണ്ട. എന്താണ് കൈ കൊണ്ട് ആംഗ്യം കാണിക്കുന്നത്? എന്താ?
പാമ്പ് why fear when Chingam is not here Chingam is not here Constables പാല് കുടിക്കാൻ കൊണ്ടുവരൂ വേഗം കൊണ്ടുവരൂ എന്നാ സാറേ പാല് കുടിക്കൂ എന്റെ അമ്മോ എനിക്കല്ലടോ ഈ പാമ്പിന് പാല് കുടിക്കാൻ കൊടുക്ക് എന്റെ അമ്മോ ഡാഡി മമ്മി പോയോ എന്റെ അമ്മോ എനിക്ക് ജീവൻ ഇപ്പോഴാണ് തിരിച്ചു കിട്ടിയത് പോലെ ഉണ്ട് പക്ഷെ ഞാൻ ആ മോട്ടുനെ വെറുതെ വിടില്ല എടാ മോട്ടോ ചിങ്കം സാർ മോട്ടോ ഇങ്ങോട്ട് വന്നിരുന്നോ നിങ്ങൾ അവനെ കണ്ടോ അതെ എന്നോടൊപ്പം വന്നേ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം മോട്ടുതാ ഇവിടെ ഉണ്ടല്ലോ ചിങ്കം സാർ ഞാൻ എന്താ ചെയ്ത ഈ മോട്ടും എപ്പോ നോക്കിയാലും എനിക്ക് എന്തെങ്കിലും പൊല്ലാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിങ്കം സാർ ഞാൻ ആ പൊല്ലാപ്പ് ഉണ്ടാക്കുന്ന ആളെയാണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നീട് കാണാം ചേട്ടാ എന്റെ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ നീ ഇൻസ്പയർ ആകാൻ പാമ്പാട്ടി ഒന്നും അത്ര വലിയ ആളല്ല നീ ആരെങ്കിലും ഉയർന്ന മനുഷ്യരെ കണ്ട് ഇൻസ്പയർ ആക് വലിയേട്ടാ നിങ്ങൾ വലിയൊരു സയന്റിസ്റ്റ് ആണ് ഞാൻ നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആവാൻ ആവുകയാണ് ആയി കഴിഞ്ഞു പൊളിച്ചെടുത്തല്ല നിങ്ങളിപ്പോ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ചേട്ടാ കസ്റ്റാറാം എന്റെ ചങ്ക എന്റെ ബ്രോ ഞാനൊരു മഹാനല്ലേ ഒരു പക്ഷെ മോട്ടു എന്നെ കണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ അതിന് അസൂയ പറ മമ്മി എനിക്കൊരു കുഴപ്പമില്ലാട്ടാ പക്ഷെ ഡോക്ടർ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഡോക്ടർക്ക് ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിക്കുന്ന തോന്നുന്നത് വലിയേട്ടാ നിങ്ങൾ കണ്ടോളൂ ഞാൻ എന്തൊക്കെ ഇൻവെൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നെ ക്ഷമിച്ചേക്ക് കസിറ്റാറാ നീ പറഞ്ഞത് സത്യമാണ് ഡോക്ടർ ജട്ക നിങ്ങൾ മോട്ടുവിനെ കണ്ടതാണോ അതെ മോട്ടിനെ ഞങ്ങൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ വന്നേ നമുക്ക് അകത്തേക്ക് പോകാം എങ്ങോട്ടേക്ക് പോയാലും തല്ലും ചവിട്ടും മാത്രം എനിക്ക് കിട്ടുന്നുള്ളൂ മോട്ടു ഇൻസ്പയർ ആവുന്നു ഫയർ ഞാനായിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാ ഒരു കള്ളൻ ഈ വഴിക്ക് ഓടിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ ചിങ്ങം സാർ നിങ്ങൾക്ക് ആ കള്ളനെ കിട്ടും ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യേ മോട്ടോ ഇങ്ങോട്ട് കേക്ക് ഇങ്ങോട്ട് വാ പറയൂ മോട്ടോനെ ഇൻസ്പയർ ആവണമെങ്കിൽ ഏറ്റവും നല്ല ആളാണ് ചിങ്കം സാർ ഇദ്ദേഹമാണ് കള്ളന്മാരെ പിടിക്കുന്നതും ആൾക്കാർക്ക് സുരക്ഷ നൽകുന്നതും അതെ പത്തുലു അതെ ഇപ്പൊ ഞാൻ ചിങ്കം സാറിനെ കണ്ട് ഇൻസ്പയർ ആവാൻ പോവുകയാണ് ഇൻസ്പയർ ആയി കഴിഞ്ഞു ചിങ്കം സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന ആ കള്ളനെ ഞാനിപ്പോൾ പിടിച്ചോണ്ട് വരാം എന്റെ അമ്മ എന്റെ യൂണിഫോം ജോൺ ജയിലിലേക്ക് വരൂ വേഗം മോട്ടു നീ എന്താ ചെയ്യുന്നത് എന്നെ എന്തിനാണ് തല്ലുന്നത്? നമുക്ക് ജയിലിലേക്ക് പോകാം വേഗം. അടിപൊളി ബോസേ എന്ത് നല്ല കവിതയായിരുന്നു അത്. കവിതയൊക്കെ കളയടോ ആദ്യം ജയിലിലേക്ക് പോ ചിങ്കം സാറേ ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന കള്ളൻ എന്റെ അമ്മ മോട്ടു ഞാൻ ജോണിനെ അല്ല ബാങ്ക് മോഷ്ടിച്ച 3 കള്ളന്മാരെയാണ് പിടിക്കേണ്ടത് നിങ്ങൾ വിഷമിക്കാതിരി ചിങ്കം സാറേ ഞാൻ ചെന്ന 3 കള്ളന്മാരെയും പിടിച്ചോണ്ട് വരുന്നത് വരെ നിങ്ങൾ ഈ ജോണിനെ കൊണ്ട് കുറച്ചു നേരം അഡ്ജസ്റ്റ് ചെയ് സാറേ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനോ എന്നെ നീ എന്താ വിചാരിച്ചത് ഞാനൊന്നും ടൈം പാസ് ഒന്നുമല്ല മനസ്സിലായോ ഞാൻ കള്ളനും കൊള്ളക്കാരനാണെങ്കിലും എനിക്കിന്ന് കുറച്ച് മര്യാദയൊക്കെ ഉണ്ട് അതെ ജോൺ നീ സംസാരിച്ചത് മതി ഒന്ന് ചുമ്മാ ഇരിക്കെ നീ ചെയ്ത കള്ളങ്ങൾ എത്രയാണെന്ന് എണ്ണി നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കൊല്ലം ഞങ്ങൾക്ക് മതിയാവില്ല ഞങ്ങൾ എണ്ണിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും കേക്ക് മോട്ടോ ചിങ്കം സാർ ഇവനെ അടിച്ചടിച്ച് ഇവന്റെ തൊണ്ടി മുതൽ എവിടെയാന്ന് കണ്ടുപിടിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാങ്ക് റോബേഴ്സിനെ പോയി പിടിച്ചിട്ട് വരാം ഓക്കെ അല്ലേ പോവാ മോട്ടോ വരൂ അല്ല ഇതെന്താ മോട്ടു പത്തിലു ഇവിടെ എങ്ങനെയാ വന്നേ ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോണേ എന്റെ
അമ്മോ, ഞാൻ അന്വേഷിച്ച 3 ബാങ്ക് റോബേഴ്സിനെയും മുകളിലുള്ളവൻ എന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടല്ലോ. മോട്ടു പത്ലു, നിങ്ങളത് എവിടെയാ? മുകളിലുള്ള ആളല്ല ചിങ്ങം സാറേ, മുകളിലുള്ള ആളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ നിങ്ങളടുത്തേക്ക് കൊണ്ടുവന്നത്. ചിങ്ങം സാർ, ഇന്ന് മുതൽ നിങ്ങളാണ് എന്റെ ശരിക്കുമുള്ള ഇൻസ്പിറേഷണൽ ഗുരു. മോട്ടോ, നിനക്ക് ഇൻസ്പയർ ആവണമെങ്കിൽ ഇദ്ദേഹത്തിനെ കണ്ട് ഇൻസ്പയർ ആവ്. ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, വിശാല മനസ്കതനാണ്, ധൈര്യശാലിയാണ്, ശക്തിമാനാണ്, പുർപ്പുറ നഗറിന്റെ പ്രൗഢിയാണ്. ആയി കഴിഞ്ഞു. വരൂ, വേഗം ചെന്ന് നമുക്ക് ആ ചായക്കട ചേട്ടൻ്റെ അടുത്ത് പോയി നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കാം. നന്നായി, ദൈവമേ, വളരെ വളരെ നന്ദിയുണ്ട്. നന്നായി, എന്റെ ഒറിജിനൽ മോട്ടു എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ബൈ ബൈ ചിങ്കം സാർ. Watch India's largest kids library only on Jio Hotstar. Download the app now.